ത്രെഡ് എല്ലാം അടിച്ച് തീർത്തോടാകുമായിരുന്നു. എന്തോ സംഭവം. സബാസ്റ്റ്യോ, ജോൺസാ, സബാസ്റ്റ്യ, സിനിമയ്ക്ക് പോകാൻ വരുവന്നു. തോളെ കൈട്ടുണ്ട് വരുന്നത്. പണിക്ക് വന്നല്ലയോ? ഏടാ, എനിക്കറിയാൻ മേലോട്ട് ചോദിക്കുക. ഇത് ആദ്യം വരുമ്പോഴേ പെയിന്റ് എടുത്ത് നിങ്ങളുടെ ദേഹത്തങ്ങ് അടിക്കും, എന്നിട്ടുള്ള പെയിന്റ് പണി തുടങ്ങത്തുള്ളൂ. ചുമ്മാ ഇവിടെ പെയിന്റ് ചെയ്തില്ല നമ്മൾ അച്ഛൻ പരാതി പറയുന്നത്. ഒരു കാര്യം ചെയ്യും, രണ്ടുപേരുടെ പോയി ആ മേലെ പാരപ്പറ്റ് പായല് തേച്ച് കഴുകിഞ്ഞിറക്കിയത് കേട്ടാ. മേളത്ത് ഒരു ശകല സിമെന്റ് അവിടെ വെച്ചേക്കണേ. തേച്ച് സിമെന്റ് കൂടെ കളക്കല്ലേടാ, ആത്മാർത്ഥത കൂടല്ലേ. രണ്ടുപേരുടെ ഒന്ന് ഉത്സാഹിക്കണം ഇന്നത്തേക്കാ കേട്ടോ. എന്തായി പിന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ? അച്ഛാ അത് എല്ലാം നല്ല ക്ലീനായിട്ട് ചെയ്തോണ്ടിരിക്കല്ലേ? പിന്നെ കാര്യമൊക്കെ അറിയാലോ. എനിക്ക് 10 ദിവസത്തെ ലീവേ ഉള്ളൂ. അതിനെന്താ അച്ഛൻ പോയിക്കോ, ഞാൻ ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്യും. ഞങ്ങൾ ചെയ്യാം അച്ഛൻ ധൈര്യം. പിന്നെ ജോൺസാ, എനിക്ക് മനസ്സിലാവാത്തെന്ന് പറഞ്ഞാൽ 14 ലിറ്റർ പെയിന്റാ പറഞ്ഞു. ഇപ്പൊ തന്നെ മൊത്തം 40 ലിറ്റർ എടുത്തു. അതെന്തിനാ എനിക്ക് മനസ്സിലാവുന്നില്ല. 40? പിന്നെ 40 എടുത്തില്ലേ? നീ എത്ര പ്രാവശ്യം എന്റെ പൈസ അടിച്ചോണ്ട്? അച്ഛൻ പറയാൻ മനസ്സിലാക്കണം, നമ്മൾ എല്ലായിടത്തും ചെയ്യുന്ന പോലെയല്ല നമ്മൾ ഇവിടെ ചെയ്യുന്നത്. മനസ്സിലായോ? ഇത് നാ കണ്ട വെള്ളം കുടിക്കുമെന്ന് അച്ഛന്റെ വീട് കണ്ടാലും. അല്ല, അത് സംഭവിച്ചു. ഇതിപ്പോ എത്ര കോട്ട് അടിച്ചെന്നറിയോ? നീ ആത്മാർത്ഥമായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചതിനെ കൊണ്ടാ നിന്നെ ഏൽപ്പിച്ചത്. ഇതിപ്പോ 4-5ാമത്തെ കോട്ടാ ഭിത്തി അടിച്ചിട്ട്. അതുകൊണ്ട് ഇപ്പൊ പളപളാന്ന് കിടക്കുന്നത് സംഭവം. 4-ാമത്തെ 5-ാമത്തെ അതെന്തിനാ? പിന്നെ ഇങ്ങനെ കോട്ടിങ്ങനെ കൂട്ടി അടിച്ചു കഴിഞ്ഞാലേ ഭിത്തിക്ക് വണ്ണം അങ്ങ് കൂടും. പിന്നെ റൂമിന്റെ സ്പേസ് ഒക്കെ അങ്ങ് കുറയും. ഞങ്ങൾക്കൊരു ബെഡ് പോലും അവിടെ ഇടാൻ പറ്റത്തില്ല. മനസ്സിലായി? നീ ഒരുപാട് വണ്ണം കൂട്ടല്ലേ ജോൺസ് കേട്ടാ. 40 ലിറ്റർ പെയിന്റ്. നിന്റെ പണിക്കാരൊക്കെ ഇവിടെ രണ്ടുപേരും മേലോട്ട് പോയി എന്ന് വെച്ചാൽ മരിച്ചു പോയി. അല്ലെന്ന് പിന്നെ മേളെ പായല് കഴിയാൻ പറ്റും. പായല് കഴുകാൻ പറ്റും. വേറെ ഉണ്ട് ഇവിടെ. ബേബിയെ, ഓ നീ വന്നാടാ. നീ എവിടെ പോയി? അടുക്കളയിൽ നിൽക്കുന്ന നിന്റെ അലമാര അടിക്കലല്ലേ പറഞ്ഞത്? അലമാര അടിച്ച് ഞാൻ ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നീ അടുക്കളയിട്ട് പോയി തിന്നെ. അച്ഛാ വെള്ളം എടുക്കാൻ പോച്ചാ. വെള്ളം തിരടാ. കാപ്പ് കുടിക്കാൻ രാവിലെ വന്നാൽ ഈ കാപ്പിയുടെ ചിന്ത മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ വിശന്നിരിക്കാന്നാ? വിശന്നാ? ഒരു കാര്യം ചെയ്യാൻ ജോൺസ്, ഞാൻ ഇവിടെ ഒരു കാപ്പി കടയും കൂടെ അങ്ങ് തുടങ്ങാം. സൗകര്യമായിട്ട് കാപ്പി കുടിക്കാം. നിനക്കെല്ലാം കളിത്താമാസ ഇല്ല? അല്ല, നിങ്ങൾക്കെല്ലാം കളിത്താമാസ. ഞാൻ അവിടെ കിടന്ന് ചമ്മുന്നത്. കുറച്ചൊക്കെ സ്വാതന്ത്ര്യം. എന്താ സ്വാതന്ത്ര്യം? സ്വാതന്ത്ര്യം ഉണ്ടാക്കുന്നത് നേരത്തെ തുടങ്ങി. നേരത്തെ തുടങ്ങി. അച്ഛന്റെ ബന്ധുവല്ലേ തന്നെ? നീ ബന്ധു എന്ന് പറഞ്ഞ ബന്ധു ശത്രു ആവരുത്. അതല്ല, അവരെ മുമ്പിലൊന്നും വെച്ചാൽ അങ്ങനെ പറയല്ലേ. പിന്നെ ലൈൻ എടുത്താ ഞാൻ അമ്മാമ്മയോ? അതല്ല, ഇവിടുത്തെ അമ്മാമ്മ ലൈൻ ഇടാനോ? പിന്നെ ഇവിടെ ഇങ്ങനെ ലൈൻ എടുത്താ നീയാ? ഇവിടെ ഗായല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, തിരമാല അല്ല ഉദ്ദേശിക്കുന്നത്, ലൈൻ ഇടണം. നിന്നെ കൊണ്ട് പറ്റുമോ? അച്ഛാ പറയുന്ന പണിയല്ല ചെയ്യുമ്പോൾ ഒരു ലൈൻ ഇടാൻ പോലും തരുമല്ലോ നോക്കി. എന്തോ നീ ഇത് കണ്ട? എനിക്ക് വയ്യ എല്ലാം. എന്താ കണ്ടാടേ? എന്താ കാര്യം? എന്തോ ഊണ് കഴിക്കുന്ന പാത്രം, വെള്ളം കുടിക്കുന്ന ഗ്ലാസ്, പെയിന്റ് വാരി അടിച്ചു വെച്ചേക്കുന്നു. ഇത് കണ്ടാ? അല്ല, വേറെ കാര്യമുണ്ട് ജോൺസാ. ഇങ്ങനെ പോയാൽ നിനക്ക് 40 ലിറ്റർ വേണം. ഇങ്ങനൊക്കെയാണെങ്കിൽ അച്ഛൻ നിൽക്കുക. ഒരു മിനിറ്റ് ചേട്ടാ, ഇങ്ങനെ അടിച്ചത് നീ? അച്ഛനല്ല പറഞ്ഞ അലമാര മഞ്ഞ പെയിന്റ് അടിക്കാൻ. അതിന് അലമാര അടിച്ചാൽ പാത്രത്തിൽ അടിച്ചാ? അച്ഛൻ പറഞ്ഞല്ലേ കംപ്ലീറ്റ് സാധനത്തിൽ അടിക്കണം. അല്ല, ഞാൻ വളത്തിലൊക്കെ അടിച്ചു വെച്ചത്. എന്റെ ദൈവമേ, ആ അടുത്തങ്ങ് അച്ഛൻ നിൽക്കാൻ കാര്യമായില്ല. അച്ഛനെ കൂടെ നീ അടിച്ചാലോടാ നീ പെയിന്റ്? എടി മേരി, ആ തെക്ക മുറിയിരിക്കുന്ന ആ ഡ്രസ്സൊക്കെ എടുത്ത് അലമാരന്ന് മാറ്റിയേ. ഇനി ഇവന്മാർ അവിടെ പെയിന്റ് അടിക്കുന്നത്. അവസാനം എല്ലാം ഒറ്റ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കേണ്ടി വരും. പറയാനാന്ന് പറയാം, മനസ്സിന്റെ ഓരോരോ കാര്യങ്ങൾ എന്റെ അവസ്ഥ. ഇവിടെ തുടങ്ങാം. വന്നപ്പോ ഞാൻ വിചാരിച്ചില്ല ഇവിടുത്തെ മൂത്ത മോനാന്ന്. ആ ഗമേലാന്നല്ലോ വന്നത്. എന്തോ ചോദിച്ച? എവിടെ തുടങ്ങും? എന്റെ നെഞ്ചത്തെന്നങ്ങ് തുടങ്ങും ആദ്യം. നീ എന്താ താമസം? എന്താ ഒരുമാരില്ല, വിലയില്ലാത്ത വില? നിനക്ക് ഭയങ്കര വില. നീ എന്താ താമസം? എന്താ നീ? ട്യൂഷൻ ഉണ്ട്. ട്യൂഷൻ അവിടെ ഇവൻ പഠിക്കാൻ പോന്നോടെ? ഇവനല്ല, പിന്നെ നമ്മള് ടൈൽസ് ഒട്ടിക്കുന്ന രവിമേശ്വരി മോളില്ലേ, അവക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അവളെ കൊണ്ടാക്കണവനാണ്. അത് ശരി. നിനക്ക് ഭയങ്കര ഗ്ലാമറാണ് കേട്ടോ. കളക്ടറായിരുന്നു. കളക്ടറാവാൻ പറ്റത്തില്ലടാ. പറ്റത്തില്ല കളക്ടർ. അത് അതിന് 10ാം ക്ലാസ് ജയിക്കണം. ബേബി ബേബി എഴുന്നേറ്റ്. എന്തെങ്കിലും പറഞ്ഞാൽ അതും പറഞ്ഞ ചിണിച്ചോണങ്ങ് ഇരുന്നോണം. ആ സമയത്ത് പോയി പെയിന്റ് അടിയിടാ. പോയി 10 മിനിറ്റ് നീയൊക്കെ ചിരിച്ചോണ്ടിരുന്ന അത്ര സമയം പോകുമല്ലോ. ചിരിക്കാനും പാടില്ല. ചിരിക്കാൻ പാടില്ല, ആദ്യം ചിരിച്ചാൽ മതി. ചേച്ചി ഇത്തിരി വെള്ളം കുടിക്ക. എന്ന് തീരാനാന്നോ എന്തോ എനിക്കറിയത്തില്ല. എന്റെ കർത്താവേ, ഞാൻ ഡിസിന്റെ വർക്ക് പോയി ചേച്ചി എവിടെ? കേക്കൂല.
ചേച്ചി എവിടെ? ഉറച്ചു ബാംഗ്ലൂര് ഭയങ്കര ദൂരം. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാൽ അടുത്ത ചാൻസ്. കല്യാണ കച്ചേരി കൂടാമേടി കച്ചേരിക്കൂ. ഭയങ്കര ദാഹം അല്ലയോടാ, ഇങ്ങോട്ട് വന്ന് കയറി ഞാൻ ദാഹമായില്ലയോ? ഭയങ്കര ദാഹം ബേബിയേ. ഓ ഇവന് ഭയങ്കര ദാഹമാ കേട്ടോ. രാവിലെ 10 മണി വരെ ദാഹം, അതെന്താ അത് കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് ശേഷം ദാഹം. അതങ്ങനെ എന്താണെന്നറിയാം, അല്ല കൊച്ചു സ്കൂളിൽ നിന്ന് വരണ്ടായോ? മതിയടാ കിണിച്ച്, ഇനി പണിയടാ. എന്തെങ്കിലും പറഞ്ഞ കിണിച്ച് നിൽക്കി വന്നു. എന്തോ രാവിലെ തുടങ്ങിയാണല്ലോ ഇത് ആർട്ട് വർക്ക് റൗണ്ട് പെർഷൻ 4% വർക്കല്ല ചെയ്യുന്നത്. വീശി അടിക്കാൻ പറ്റില്ല. അല്ല ആർട്ട് വർക്കാന്ന് എനിക്ക് മനസ്സിലായി. പറയും രാവിലെ 8 മണിക്ക് തുടങ്ങിയതാ, അതെ 5 മണി ആവാറായി, എന്നിട്ടും ആർട്ട് തീരുന്നില്ല. വർക്ക് ചെയ്തോണ്ടിരിക്കില്ലോ. ഒരു കാര്യം ചെയ്യും, നീ അവിടെ തന്നെ നിന്നോ, ഞാൻ നിന്റെ കാലെ കുറെ പശ കോരി ഒഴിച്ചു തരാം. അപ്പൊ നിനക്ക് അനങ്ങണ്ട കാര്യമില്ലല്ലോ, അവിടെ തന്നെ നിൽക്കാല്ലേ. അച്ഛാ അത് കൊള്ളാം, അത് ബുദ്ധിയാ. അച്ഛൻ അത് ചെയ്യുന്നല്ല, ഞാൻ അനങ്ങാതെ ഇവിടെ നിന്നോളാം. അപ്പൊ അച്ഛൻ എനിക്കൊരു ഓസ് കൂടെ തരണം. എന്തിനാ? അല്ല എനിക്കൊന്ന് മൂത്രം ഒഴിക്കണമെങ്കിൽ ഇവിടെ പറ്റത്തില്ലല്ലോ. ഓ അച്ഛാ അവിടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യേണ്ടതാണെന്ന് അച്ഛാ ആവശ്യമില്ലാത്ത വർത്താനങ്ങൾ പറയുന്നത്. ഇതെന്തോ ഒരുമാതിരി ഭയങ്കര ജാടയാള്. എന്തോ പണയാലും നമ്മളാ പപ്പണ്ണന്റെ വീട്ടിലെ പണി എന്തായിരുന്നു? അടിപൊളി പണി. 2.5 മാസം ഉണ്ടായിരുന്നു. അണ്ണാ അവിടത്തെ പാല് വെച്ച് 10ാമത് എത്തിനല്ലേ? 10ാമത് എത്തിനായിരുന്നാ അത് മാറ്റി. അവിടെ നമ്മള് പെയിന്റ് ചെയ്തില്ലേ, ലാസ്റ്റ് ദിവസം നമ്മൾ പെയിന്റ് തീർന്നില്ലടാ. ആലുകാച്ചിന്റെ തലേന്ന് ഒരു മഴ പെയ്തു. അയ്യോ മൊത്തം കൂടെ ഒലിച്ചങ്ങ് പോയതാ. പെയിന്റ് മൊത്തം ഒലിച്ചങ്ങ് പോയി. പിന്നെ പാല് കാച്ചി മാറ്റി. ഇപ്പൊ ആ വീടൊന്ന് കാണണം, ചിരി വരൂടാ. കൂടെ പറിച്ച കോഴിയുടെ ആണെങ്കിൽ ഗൾഫില്ലേ. എന്തിന് നീ പെയിന്റിന് പൈസ വേണ്ട, ഞാൻ എടുക്കാൻ വേണ്ടി. അതിന്റെ പണി നീ നമുക്ക് തന്നെ കിട്ടുമെന്നാ പറയുന്നത്. പക്ഷെ പണിയല്ല അത്. വരുമ്പോ ആ വാക്കിന് പോരുത്. എന്താ താമസം എന്താ? കുഴപ്പമില്ല. ഇവിടെ അപ്പുറത്താ വേലി കേട്ടാ, അവിടെ പോയി കടിച്ചോ. അവിടെ സാധനം കലക്കി വെച്ചോണ്ട് പോയടി. അറിയത്തില്ലേ, നമ്മുടെ പുതിയ പെയിന്ററാ. അവിടെ പുതിയ പെയിന്ററാ. നമ്മുടെ ഈ കമ്പിവേലിക്ക് കരിയോയിൽ അടിക്കാൻ വന്നു. ചെല്ലടാ. എന്തോന്ന് രൂപം. അല്ല ചെല്ല, അടിച്ചു മാറ്റി. ഇതാകുമ്പോഴേ ദേഹത്തെ കരിയോലി വീണ അറിയത്തില്ലല്ലോ. മാത്രമല്ല കരിയോല തീർന്ന മുഖം മൊത്തം കുറച്ചാൽ മതിയല്ലോ. കരിയോലും കൊണ്ട് കേട്ടില്ലേടാ പറഞ്ഞു. പയ്യെടുത്ത 5 മണി സമയം 5 മണി സമയം പയ്യെടു പയ്യെടുത്ത സമയം പയ്യെ എടുത്താൽ മതി. നീ ചെന്ന് വെപ്രാളം കാണിക്കല്ലോ. അതെ അങ്ങനെ പയ്യെ സൂക്ഷിച്ചു. കൃഷ്ണമണിയല്ലേ സൂക്ഷിച്ചു. എന്തോ ഇത് പൊടി വീണത്? ഏത് കണ്ടില്ലാടാ പൊടി വീണേ? ആ കണ്ടില്ലാന്നോടാ? ഈ കണ്ടില്ലോ? തട്ടിയാട്ട് തുറക്കണ പോയി വല്ല പണിയിടാ. പോയി പൊടി വീഴാൻ സമ്മതിക്കും. എന്താ പൊടി വീഴാൻ? ഞാൻ തടുത്ത് പിടിക്കാടാ പൊടി വീഴാതെ. ചെറിയാടാ നീ എന്തോ സത്യനെ കണക്ക് മുടിയും വെച്ചോണ്ട് നീ അല്ല പോടാ. നിങ്ങളെന്താണ് ഒരുപാട് ക്രൂരന്മാരെ പോലെ? ക്രൂരല്ല, ഞാൻ സ്നേഹിക്കല്ല. ഞാൻ സ്നേഹിക്കാൻ ഞാൻ തിങ്കളാഴ്ച തൊട്ട് ഞാൻ വേറെ പണി പിടിച്ച് പിന്നെന്തര പണിക്കാരന്റെ കണ്ണിൽ പൊടി വിടുന്ന പറഞ്ഞാൽ അവനെ കൊല്ലാൻ പറ്റും. നീ ആരുടെ പണി ചെയ്യുന്ന? ഞാൻ നമ്മളെ ഉണ്ണിയുടെ വീട്ടിന്റെ പണി ഞാൻ എടുത്ത് ചെയ്യും. വീട്ടിന്റെ പണി ഞാൻ എടുത്ത് ചെയ്യും. നീ ചെയ്യോ? ഉണ്ണിയുടെ എനിക്ക് എന്താ വർക്കല്ലോ അത്? അത് ഞാൻ പിടിച്ച് എന്റെ ചേട്ടന്റെ കൂടെ പഠിച്ചാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ പണി എനിക്ക് കിട്ടും. നീ പണി ചെയ്യും? ഇവിടുത്തെ പയ്യന്മാരെല്ലാം ഞാൻ കൊണ്ടു. ഉണ്ണിയുടെ പണി ചെയ്യോ? ഞാൻ ചെയ്യും. ചെയ്യോ? അപ്പൊ നീ എന്നാ തുടങ്ങുന്ന പണി? തിങ്കളാഴ്ച തുടങ്ങുമ്പോ നീ ഒരു വിധി കേട്ട്. തിങ്കളാഴ്ച തുടങ്ങുമ്പോ ഒരു കാര്യം ചെയ്യണം. നീ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു നീല ടാർപ്പ് 20 ചുമന്ന കസാരം വീട്ടിൽ ഇറക്കിയിട്ട് വേണം പണിയാൻ പോകേണ്ടത്. എന്തിനാന്ന്? ഒരു 10:30 ആകുമ്പോ കിയോ എന്ന് കേൾക്കുന്ന ഒരു വെള്ള വണ്ടിക്കകത്ത് നിന്നെ കൊണ്ടങ്ങ് ഇറക്കും. അവിടെ നിനക്കൊന്നും പറയാൻ പറ്റുന്ന നീ ഇങ്ങനെ കിടക്കത്തേ ഉള്ളൂ. അപ്പൊ വീട്ടുകാർ ചോദിച്ചത് എന്ത് പറ്റി? അപ്പൊ നിന്നെ കൊണ്ടാക്കുന്നവർ പറയും ഒന്നുമില്ല, പണി സൈറ്റ് വെച്ച് ജോൺസൺ കൺട്രാക്ടൊന്ന് ഒരസീതാന്ന്. മനസ്സിലായ നിനക്ക്? അപ്പൊ എന്നെ കൊന്നുകളയോ? അല്ല, നിന്നെ ഞാൻ വളർത്താൻ എന്റെ പണി വെട്ടി പിടിക്കുന്നവന് ഞാൻ വളർത്താണോ? ഞാൻ ജോൺസനോടെ കളി ജോൺസനോടെ കളി. ഞാൻ ഈ ബ്രഷൊക്കെ കുറെ കാലം കൊണ്ട് പിടിക്കുന്ന ബ്രഷ് നീ പിടിക്കുന്നു. എനിക്കറിയാം ബ്രഷ് പിടിക്കാൻ. വെള്ളം കൊണ്ടുവന്ന നീ വന്നേ നീ വന്നേ ഇപ്പൊ കഴിക്കിട്ട് ആ നീല ബ്രഷ് എടുത്തിട്ട് ഉണ്ടാക്കി. ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്?
ഒരു ബെസ്റ്റ് കാര്യം നടത്തിയത് ഇങ്ങനെ കണക്ക് മുക്കിയിട്ട് ഇങ്ങനെ. എന്താണ് ഇത്? അടിച്ചിട്ടിരുന്ന ചെവരല്ലേ ഇത്? എന്ത് വൃത്തിയാണെന്ന് നോക്കി. നീ ഒരു കാര്യം അച്ഛൻ വരുന്ന നോക്കി. അച്ഛൻ വരുന്ന നോക്കണേ. പത്രം വായിക്കുന്നു. ആണോ? പത്രം വായിക്കുകയാണ്. ഉണ്ടല്ലോ നീ. അണ്ണ എന്ത് നീ മിണ്ടായിരിക്കും. അങ്ങനെ കണ്ടു. നീ മിണ്ടായിരിക്കും. ഇവിടെ നിന്ന് പോവാക്കൂല. മഞ്ഞേ വല്ലൊക്കെ ഇനി അടുത്തത് ആടാ അങ്ങോട്ട്. മുതലാളി വരെയാണേ. മുതലാളി ജോൺസോ, എന്താ ഈ കാര്യങ്ങളൊക്കെ? അത് ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്ത് പോന്നച്ചാ. ഒരു ചെറിയൊരു തിരുവല്ല. എടാ ഇത് സൂപ്പർ. ഇത് അടിപൊളി കേട്ടോ. പക്ഷെ നീ ഭയങ്കര ഡിസൈനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. ഇത് സൂപ്പർ ആയിട്ടുണ്ട്. ഇതെന്താ ഇത്? അത് പുതിയ വർക്ക്. അത് ഞാനിങ്ങനെ എല്ലായിടത്തും നമ്മുടെ വീടായതുകൊണ്ട് മാത്രം ഞാൻ റിസ്ക് എടുത്ത് ചെയ്തു, അത്ര തന്നെ. ശരി. അപ്പൊ ഇതുപോലെ തന്നെ ഒരു ഡിസൈൻ എന്റെ ബെഡ്റൂമിലും വേണം. ചെയ്യണം. ഇതുപോലെ തന്നെ പാടാ ചെയ്ത് ഒരുപാട് ഞാൻ മെനക്കെട്ട് ചെയ്തതാണ്. സമയം എടുക്കും ഒരുപാട്. ബുദ്ധിമുട്ടിയാലും ടച്ച് കൂടും. ഒരു പ്രശ്നമില്ല. വൈകിട്ട് കണ്ടിരിക്കും. ഉറപ്പ്. അപ്പൊ ബെഡ്റൂമിൽ. അങ്ങനെ ഒരു പണി ഒത്ത് എന്ത് മണ്ണം തന്നെ കേട്ടോ. ഞാൻ വിചാരിച്ചു അമ്മാമേ അമ്മാമേ അമ്മാമോ ആ വന്നു. ഡിസൈൻ ഉണ്ടോ അമ്മാമ? അച്ഛൻ പറഞ്ഞേ ആദ്യം നമ്മുടെ ബെഡ്റൂമിലൂടെ അത് ചെയ്യണമെന്ന് പറഞ്ഞു ഈ ഡിസൈൻ. അതിപ്പം എല്ലാവരും വേണമെന്നില്ല. ഞാൻ ഒരു ദിവസം ഒറ്റയ്ക്ക് വരാം. അന്ന് നമുക്ക് ഡിസൈൻ ബെഡ്റൂമിലല്ലേ അന്ന് ഡിസൈൻ ചെയ്യുന്നു. ഞാൻ ഒറ്റയ്ക്ക് വന്നാ ഞായറാഴ്ച കേട്ടല്ലേ? അതായിരിക്കും നല്ലത്. കുർബാനയെ കൊണ്ട്. ശരി, ഞായറാഴ്ച വരാം കേട്ടോ. കേട്ടോ ബെഡ്റൂം വയ്ക്കോ, ചെയ്തോളാം. എന്താടാ അങ്ങ് അനക്കുന്ന? എന്താടാ അനക്കുന്ന? കൊട്ടാരക്കര പണിക്ക് ഓർമ്മ ഉണ്ടോ? എന്താ അവിടുത്തെ അമ്മാമേരെ കളർ ചേഞ്ച് ചെയ്യാൻ നോക്കിയല്ലേ? എന്ത് അവരാങ്ങളെ വല്ല കൂടെ വീട്ടിനകത്ത് കെട്ടിട്ട് ഇടിച്ചത്. അത് പുനലൂരല്ലായിരുന്നോടാ? പുനലൂരല്ലായിരുന്നത്? പുനലൂർ അങ്ങനെയാണോ? പിന്നെ മറ്റേ മെഴുകുതിരിയല്ലേ കന്നി ഉരുക്കി ഒഴിച്ച അത് അവിടെയല്ല. ഇത് എവിടൊക്കെ എന്തൊക്കെയാ കിട്ടുന്നത്? ആരും ഇതൊക്കെ എഴുതി വെക്കുന്നോ? എവിടുന്നൊക്കെ എന്തൊക്കെയാ കിട്ടുന്നത്? ഞാൻ പോട്ടാ. എവിടെ കാപ്പ് കുടിക്കാം. നിനക്ക് ഇതേ ഉള്ളൂടാ ചിന്ത. മുടി ചെയ്യടാ, മുടി ചെയ്യൂ. കുറച്ചു നേരം ചെയ്യും മുടി. വൈകിട്ട് 50 കുറയുമ്പോ എന്നോട് ചോദിക്കരുത്. അപ്പൊ ഞാൻ പറയും കുറച്ചു നേരം മുടി ചെയ്യായിരുന്നു. അത് 50 കുറഞ്ഞേന്ന്. ഒന്നും ചെയ്യണ്ട. എന്തെങ്കിലും ചെയ്യ്, എന്തെങ്കിലും ജോലി ചെയ്യ്. ചന്ദ്രകളഭം ചാർത്തി വരും തീരം ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും നേരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു അത്ര കിടിലം പാട്ട്. നിങ്ങൾ ഇന്ന് ആസ്വദിക്കണം. എന്ത് ഭയങ്കര കിടിലം പാട്ടൊന്നുമല്ല. നടുമിന്നി പിടിച്ചിട്ട് നിനക്കെന്താടാ ബേബിയേ? ഓ നീ വേടാ. ഇവിടെ പേപ്പറാണ്. ഇവിടെ സ്ക്രാച്ച് കിടക്കുന്നത്. ഇവിടെ പേപ്പർ ഇട്. പേപ്പറിലെ പഞ്ഞൊക്കെ തുടച്ചാലും മതിയാ. അത് അടിക്കങ്ങ് പോട്ടെ. പേപ്പറിനെ നിരങ്ങാക്കണ്ടെങ്കിൽ ഈ ഡിസൈൻ എന്റെ ദൈവമേ ഇനി ഒരിക്കൽ കൂടി ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ എവിടുന്നിട്ട് ചെയ്യാനായത്? സൂപ്പറാ. ഞാൻ കിടന്ന് വെള്ളം കുടിച്ചത്. പായലേ വിട പൂപ്പലേ വിട എന്നേക്കും വിട. കണ്ടടാ അവന്റെ ആത്മാർത്ഥം കണ്ട. പരസ്യം പെയിന്റിങ്ങിന്റെ പരസ്യം പറഞ്ഞോണ്ട് അവൻ പെയിന്റിങ്. പരസ്യമൊക്കെ പിന്നെ പടഞ്ഞു പണി ചെയ്യേ. അയ്യോ പരസ്യം പറഞ്ഞല്ല. പിന്നെ അപ്പുറത്തെ വീട്ടിലെ ചെറുക്കൻ നിന്ന് പല്ലിങ്ങനെ അവനൊന്ന് ഡബ് ചെയ്ത് അണ്ണ ടിന്നർ അവിടെ ഇരിക്കുന്നു. എന്താടാ ടിന്നർ? എന്താ അണ്ണാ നമ്മൾ ഇന്നലെ മറ്റേ കട്ടില് പോളിഷ് ചെയ്തില്ലേ? അത് ഉണങ്ങണതിന് മുമ്പ് ഇവിടെ അപ്പൂപ്പൻ കയറി അതിൽ കിടന്ന് ഒട്ടിപ്പോയി. അപ്പൊ ഇനി ഇളകണമല്ലോ. എത്ര വയസ്സുണ്ട് പുള്ളിക്ക്? 92 വയസ്സുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ കിടക്കട്ടെ. 2 മാസം കഴിയുമ്പോഴേ അതോടുകൂടി കൊണ്ടുപോയി പിന്നെ കത്തിച്ചാൽ മതി. ലാഭം ഉണ്ടല്ലോ. അത് ലാഭം. അങ്ങനെ കിടക്കട്ടെ. ഓ പണി നടത്തി കേട്ടാ. അച്ഛാ ശാല ഇവിടെ തീരാണ്ടോ? നേരത്തെ കയറാം. നേരത്തെ കയറാന്നറിയാം. എനിക്ക് പോയിട്ട് പിന്നെ ഇവിടെ പള്ളിയിൽ നിന്ന് പോകണം കേട്ടാ. ബേബി ഓ പണി നിർത്തിക്കോ. അച്ഛാ ശാല ഇവിടെ തീരാണ്ടോ?
പണി നിർത്താൻ പറയുമ്പോ അങ്ങ് ഉത്സാഹം വന്നല്ലോ നിനക്ക്. നിർത്തടാ മതിയെന്ന്. തീർന്നല്ലേ പറ്റൂ. എന്നാ കാപ്പ് കുടിക്കാം മാബാ. ആ ഇന്നും നിർത്തും പെട്ടെന്ന്. എവിടെ പണി നിർത്ത്. ഞാൻ ഡ്രസ്സ് മാറിട്ട് വരട്ടെ. എന്തായി മറ്റേ ഇവിടെ നിന്ന പയ്യന്മാരൊക്കെ എന്ത് ചെയ്യും? അമരെല്ലാം കൂടെ അവിടെ മേളിൽ ശാലം കൂടെ തീരുണ്ടോ? അടിച്ചിട്ട് പോകണം. ജോൺസനാ അച്ഛാ ബ്രഷ് ചെയ്യുമ്പോ നീ എവിടെ പോന്നു? വീട്ടിൽ പോകണം. പിന്നെ അപ്പുറത്ത് ടേബിളിന്റെ പുറത്തിരുന്ന 1 ലിറ്റർ യെല്ലോ പെയിന്റ് ഉണ്ടല്ലേ, അതെന്താ അതവിടെ കാണുന്നില്ല? അത് അടുക്കളോടെ എവിടെ? അടുക്കള ഞാൻ അവിടെ കംപ്ലീറ്റ് നോക്കി, അവിടെ കാണുന്നില്ല. മേളിൽ നോക്കുന്ന അതിന്റെ മേളിൽ ഇവിടെ നിന്ന് പയ്യന്മാരൊക്കെ അങ്ങോട്ട് പോയി. അമര് പണി തന്നിരിക്കണം. നീ എവിടെ പോന്ന പറഞ്ഞ? വീട്ടിൽ പോകണം. അല്ല നീ ഇപ്പഴേ പോന്ന എന്തിന്? അല്ല അവിടെ ചെന്ന പൈപ്പിന്റെ മുട്ടിൽ നിന്ന് കാലും കൈ കഴുകിട്ട് പോകുന്നു. നിന്റെ കൈ ഇരിക്കുന്ന എന്തോ? ഇത് പഴയ പണി ഡ്രസ് വെച്ചു. ഏതാ പണി ഡ്രസ്? നീ ഇങ്ങോട്ട് കാട്ടെ. ഇത് പഴയതെന്ന്. അതിങ്ങോട്ട് നോക്കട്ടെ നീ. അയ്യേ ഇത് ഇട്ട് അഴുക്ക. അതിങ്ങോട്ട് നോക്കട്ടെ. ഇവിടെ നിർത്തേ. അച്ഛാ അത് പഴയതാ. ഞാൻ നോക്കട്ടെ. ഭയങ്കര സ്മെല്ലാണ്. എന്തോടാ ഇത് സംഭവിച്ചാ ഇത് തുറക്കാൻ പറ്റില്ല. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി തുറന്നുകൊണ്ട് വരാന്ന് കരുതി ഞാൻ കുറെ വീട്ടിൽ കൊണ്ടുപോയി തുറക്കാൻ പോയ. അത് ശരി. ഞാൻ കുറെ ഇതല്ല പെയിന്റ് കേട്ടാ. ജോൺസനെ ഞാൻ കാണട്ടെ. അല്ല ചാച്ചാ ഞാൻ പറഞ്ഞത്. അല്ലല്ല ആ ഡീസന്റ് മനുഷ്യനോടല്ലേ നീ പണിക്ക്? ഞാൻ ഇത് തുറക്കാൻ പറ്റും. ഞാൻ നാളെ തുറന്നോണ്ട് വരാ. നീ നാളെ തുറന്നോണ്ട് വരണ്ട. ഇത്രയും വൃത്തിയായിട്ട പണി കാണിക്കല്ലൂടാ. നീ ഒരു ചെറുപ്പക്കാരനല്ലേടാ. നിനക്ക് 1 ലിറ്റർ പെയിന്റ് വേണമെങ്കിൽ ഞാൻ മേടിച്ചു തരുമല്ലോ പൈസ. ഞാൻ തുറന്നോണ്ട് നാളെ വരുവോ? കക്കുന്നാടാ. ആണുങ്ങൾക്ക് ചേർന്ന പരിപാടിയല്ലേ ഇത്? ഒരുമാതിരി വൃത്തിയായിട്ട പണി കാണിക്കുന്ന ഇവിടെ പയ്യന്മാരൊക്കെ എന്ത് ചെയ്യും? ആവശ്യമില്ലാത്ത പണി കാണിക്കും. ഞാൻ അറിയാതെ ചെയ്തല്ല ചാച്ചാ. അറിയാതെ ചെയ്യുന്ന ബാക്കിയുള്ളവരെ ഞാൻ കാണാം. പറഞ്ഞ ആവശ്യമില്ലാത്ത പണി കാണിക്കും. നിങ്ങളൊക്കെ ഇവനോടൊന്നും പണി ചെയ്യുന്നില്ലേ? അന്തസ്സുള്ള ചെറുപ്പക്കാരല്ലേ നിങ്ങൾ? ഇവ എന്റെ 1 ലിറ്റർ പെയിന്റ് താ കട്ടതാ. ഈ പെയിന്റ് ഇപ്പം കട്ടതല്ലേ? മനസ്സിലായി? അച്ഛാ ഞാൻ തുറക്കാൻ പറ്റില്ല. കാരണം വീട്ടിൽ കൊണ്ട് തുറന്നോണ്ട് തുറക്കാൻ പറ്റില്ല. നാണക്കേടല്ലോ എനിക്ക്. ജോൺസാ നീ ഒരു ഡീസന്റ് ആയോണ്ടാ നിന്നെ പണി ഏൽപ്പിച്ചേ. അച്ഛൻ ഇതുപോലെ വൃത്തിയോട്ടന്മാരെ കൊണ്ടു നടക്കല്ലോ. ഞാൻ പറഞ്ഞു എന്തിനാ കള്ളനായ എന്താണ് നീ? നിനക്ക് ചെറുപ്പത്തിൽ സ്വഭാവമില്ലെന്നുള്ള ബേബി. തമാശ ചെറുപ്പത്തിൽ സ്വഭാവമില്ലെന്നുള്ള ബേബി. എന്റെ അടുത്ത് പറഞ്ഞു ഇന്നത്തെ കൂലി വേണ്ട. നമുക്ക് കൂലി വേണ്ട. നടക്കണം. പോയി ഡ്രസ് മാറി. കഴിഞ്ഞ് പോയി ഡ്രസ് മാറി. ഇന്ന് കൂലിയില്ല, ഒരു തൊപ്പിയില്ല. പോയി പോകുന്നു. എന്ത് കാണിക്കണം? എന്തോ ആ മുണ്ടൊന്ന് മടക്കി കുത്ത. ഒന്ന് മടക്കി കുത്തറ. മുണ്ടൊന്ന് മടക്കി കുത്ത. നടുവിന് മുണ്ടൊന്ന് മടക്കി കുത്ത. എന്തോടാ ഈ കിടക്കുന്നത്? നീ അവനെ കുറ്റം പറഞ്ഞില്ല. എന്തോ ഈ കിടക്കുന്നത്? വീട്ടിലെ കുളിമുറിയും കൂടെ ഒന്ന് തീരാനുണ്ടായിരുന്നു. ഇക്കണക്കിന് പോയി കഴിഞ്ഞാലേ 40 ലിറ്റർ അല്ല 400 ലിറ്ററിലെ ഈ പണി തീരത്തുള്ളൂ.